ആ പറ കൊച്ചേ. അമ്മേ, ഹോസ്റ്റലിലെ ഫീസ് അടയ്ക്കാത്തോണ്ട് എന്നോട് പൊക്കോളം പറഞ്ഞവര്. ഒരാഴ്ചക്കകം എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാൻ കൊച്ചേ. കുടുംബത്തിന് പൈസ എടുത്തു വെക്കാൻ അമ്മ എന്നല്ലേ ഓ പറഞ്ഞു. തന്നെയും പിന്നെ പൈസ എടുക്കാനൊന്നും പെണ്ണുങ്ങൾ സമ്മതിക്കത്തില്ല. പറ്റില്ലെങ്കിൽ വേണ്ട. ഇവിടുത്തെ നാണം കെട്ടനൊന്നും എന്നെ കൊണ്ട് വയ്യ. ഞാൻ കൊണ്ട് വരുവാ. വരണ്ടെന്ന് പറഞ്ഞാ വരണ്ട. ഞാൻ പോരുവാ. പറയുന്ന കേട്ട് മര്യാദയ്ക്ക് അവിടെ നിന്നോണം. അതെ, കൊച്ചിന് ഫീസ് അടയ്ക്കാൻ പൈസ വേണോന്ന്. ആ ഉണ്ടാക്കാടി. ഓ ഉണ്ടാക്കും. കുറെ നാളായില്ലേ ഈ ഉണ്ടാക്കി തുടങ്ങിയിട്ട്. ആരോട് പറയാൻ? വേറെന്തെങ്കിലും പണിക്ക് പോകാൻ പറഞ്ഞാൽ അതും കേക്കില്ല. എന്നും കള്ളം കുടിച്ച് വീടിയും വലിച്ചങ്ങ് നടന്നാ മതിയല്ലോ. ഞാൻ ചോദിച്ചായിരുന്നു, ആ കേസ് നടപടിയായില്ല. ചേട്ടനോട് പറഞ്ഞല്ലേ, പക്ഷെ ഒന്നും ശരിയായില്ല. ഇരിക്കും നമ്മുടെ കണ്ടപ്പനല്ലയോ? അതെ, കണ്ടപ്പനാണല്ലോ. എന്താടാ മുമ്പിൽ തെറ്റിരിക്കുന്നേ? ഇലക്ട്രിക് ശ്മശാനം വന്ന ശേഷം പണിയൊന്നുമില്ലല്ലോ. പോടാ മയിലുകളെ, എനിക്ക് പണിയുണ്ടാക്കാൻ വന്നേക്കണ്. വല്ല കാര്യമുണ്ടോ ചേട്ടനോട്? ഞാൻ പറഞ്ഞല്ലേ, ഈ തെണ്ടിയുടെ കാര്യം മിണ്ടാൻ പോയി ചെറ്റയുടെ കാര്യം സംസാരിക്കുന്ന ആവശ്യമില്ല. കണ്ടപ്പോൾ ഏട്ടാ, എന്തെങ്കിലും ഒരു ജോലി അതെനിക്ക് അത്യാവശ്യമായിരുന്നു. എൻ്റെ വീട്ടിലെ കാര്യം ചേട്ടന് അറിയാവുന്നതാണല്ലോ. അതേടാ, പണ്ട് കുഴുകുത്താനും ചാരം വാരാനും എരിക്കാനും ഉണ്ടായിരുന്നപ്പോ പഞ്ചായത്തിൽ നിന്ന് ഒരു നാറുകൾ ഇങ്ങോട്ട് കണ്ടിട്ടില്ല. അതല്ല, ഇപ്പോഴും ചേട്ടൻ്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. ചേട്ടൻ ഈ പറയുന്ന ഏതെങ്കിലും ജോലിയിൽ ഞാൻ കൈയെടുത്താൻ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ചേട്ടാ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? എനിക്കാരോട് ദേഷ്യം? എനിക്ക് എന്നോട് തന്നെയാ ദേഷ്യമുള്ളൂ. ദേഷ്യപ്പെട്ട് പെരുന്നത്. എടി അനിതേ, നീ വരുന്നില്ലേ? സമയം പോയി, വേഗം. ആ അതാ വരുന്ന ചേച്ചി. മകൻ എന്ന പേരിൽ അട്ടി വിളിച്ചവര് പുലയന്മാരിലാടി കളിച്ചത് അവരാക പൊരുളോ. പുലയാടി മകൻ എന്ന പേരിൽ അട്ടി വിളിച്ചവര് പുലയന്മാരിലാടി കളിച്ചത് അവരാക പൊരുളോ. തമ്പ്രാനെത്തുന്നേ തമ്പ്രാനെത്തുന്നേ, മാറടി വന്നേ നീ അല്ലേ നിന്റെ മാറിടത്തില മറ്റേ. വിലക്കെടുത്തു പുലയാടി മകൻ എന്ന പേരിലാട്ടി വിളിച്ചവരെ പുലയന്മാരിലാടി കളിച്ചത് അവരാണ് പൊരുളോ. പുലയാടി മകൻ എന്ന പേരിലാട്ടി വിളിച്ചവരെ പുലയന്മാരിലാടി കളിച്ചത് അവരാണ് പൊരുളോ. പഞ്ചായത്തിന്റെ ശ്മശാനം വന്ന പിന്നെ ശവന്തോണ്ടികൾക്ക് ഒരു മത്തിക്കറി പോലും മേടിക്കാനുള്ള പൈസ ഇല്ലാതെയായി.
ഗതികേട്. എടാ സുധി, നിന്റെ അപ്പൻ ഒറ്റക്കണ്ണം കുഞ്ഞിന്റെ ശവം കത്തിച്ച ഞാനാ. അന്ന് നിനക്ക് മൂക്കുളൊലിപ്പിച്ച് നടക്കണ പ്രായം. അന്ന് നിനക്ക് പുഴയിൽ കമത്താൻ വേണ്ടി നിന്റെ അപ്പന്റെ എല്ല് തോണ്ടിയെടുത്തപ്പ കിട്ടിയ ഒരു സുഖം ഉണ്ടല്ല. എടാ ശവന്തീനി, നിന്നെ ഞാൻ തല്ലാത്തത് എന്റെ കൈ നടന്നു വിചാരിച്ചിട്ടാ. അത്രയ്ക്ക് വെറുപ്പാണ് പന്നി നിന്നെ. നിന്റെ അമ്മക്കില്ലായിരുന്നല്ലോടാ ഈ അറപ്പ്. അമ്മയ്ക്ക് നിന്റെ കവരാതം കണ്ടപ്പാ, നീ ഒന്ന് അടങ്ങ്. വിവരമില്ലാത്ത ഇവനെന്തെങ്കിലും പറഞ്ഞു വെച്ച് നീ എന്തിനാണ് വട്ടം വെക്കാൻ പോകുന്നേ? വാടാ വാടാ ജോണി. അവന്റെ ഒക്കെ ഒരു വേഷം കെട്ട് മനുഷ്യനെ മെനക്കെടുത്താൻ രാവിലെ പോകുന്നോളും. എടാ ഒറ്റക്കണ്ണം കുഞ്ഞെ, നിന്റെ മകൻ എനിക്കിട്ടൊന്ന് കുണയ്ക്കാൻ വന്ന്. അവൻ എനിക്കിട്ട് ഉണ്ടാക്കണമെന്ന്. നിനക്ക് എനിക്കിട്ട് ഉണ്ടാക്കണോടാ? ഉണ്ടാക്ക്, കാണട്ടെ. മൂക്കറ്റം വലിച്ചു കെട്ടിട്ട് വന്ന് എന്റെ മേത്തോട്ട് കയറാൻ വരുന്നോ? ഓ, നീ വലിയ മറ്റവളാണല്ലോ. ആർക്കും വേണോടെ നിന്നെയൊക്കെ. മാറിക്കിടുന്ന ആരെയും അങ്ങോട്ട്. കുളി നനയൊക്കെ പിന്നെയാ വാടി. നീ അങ്ങോട്ടൊന്ന് വന്നേ. ഇതിനൊക്കെ ഒരു നേരം കാലല്ല കണ്ണപ്പേട്ട. അതെന്നാടി, എനിക്കൊന്ന് മുക്ക നേരം കാലൊക്കെ നോക്കണ. ഓ, അതിപ്പോ എപ്പ മൂത്താലും ഞാനിവിടെ ഉണ്ടല്ലോ. കാശ് വല്ലതും ഉണ്ടോന്ന് അറിഞ്ഞാ മതി. ഓ, അപ്പൊ കയ്യിലൊന്നും ഇല്ലാതാ ഇത്തവണയും വരവ്. ഇതേ കണ്ണപ്പേട്ട, പറയുന്നുണ്ടെന്ന് തോന്നരുത്. ഇങ്ങനെ എപ്പോഴും വെറുതെ കിടന്നറിയാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതെന്നെ പറച്ചിലാടിയാ പറയണേ. ആയ കാലത്ത് പൈസ പലയിടത്തും തിരികെ തന്നിട്ടില്ലേ? വെറുതെ ഒന്നും അല്ലല്ലോ, നല്ലോണം പണി എടുത്തിട്ട് തന്നെയാ. ഒരു പണി എന്നാ ഒരു പുച്ഛം? ഞാൻ വെറുതെ കിടക്കുന്നോളല്ലെന്ന് നിങ്ങൾ തന്നെയാ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ പൈസ ഇറക്കാൻ ഭയങ്കര മടി. എടി മടിയല്ലടി, ഇല്ലാത്തോണ്ട് മടി. ഇല്ലാത്ത കാര്യം ഈ മൂക്കുന്നോടൊന്ന് പറഞ്ഞേര്. നിങ്ങളുടെ വരവുകൊണ്ട് മറ്റുള്ളവരുടെ വരവ് ഇല്ല ആക്കരുത്. എടി എടി എടി, തീ പിടിച്ചെന്നെ അടി. എന്തുവേണേലും തരേണ്ട, എന്നെ ഒന്ന് രക്ഷിക്ക്. ഓ, എന്നെത്ര മോളെ, എനിക്കിത് മതി മോളെ. ആഹാ, കൊള്ളാലോ. ഇതെവിടെ കിട്ടി കണ്ണപ്പേട്ട? ഏ, കൂടുതലൊന്നും അറിയാനും പറയാനും നിക്കണ്ട. ഞാൻ ആരോടും പറയുന്നില്ലേ. നീ നേരത്തെ പറഞ്ഞല്ല എന്റെ വരവ് കൊണ്ട് നിന്റെ അത് ഏമാമാരുടെ വരവൊക്കെ ഇല്ലാണ്ടായെന്ന്. നിങ്ങൾ അതും മനസ്സ് വെച്ചോണ്ടിരിക്കുകയാണോ? അവളുടെ ഒരു കോണ പറച്ചില്. ഒന്ന് പോ കണ്ണപ്പേട്ട.
എന്നെ ഒന്ന് രക്ഷിക്കും ചേട്ടാ. ചേട്ടാ എന്നെ ഒന്ന് രക്ഷിക്കും ചേട്ടാ. എന്നെ രക്ഷിക്കും ചേട്ടാ. ഹലോ, പേര് പറയടാ. ഹ, പ്രിൻസാ. പറയടാ. ആ, നിന്നേക്ക് നാട്ടിലെ കണ്ടിട്ട് കുറെ കാലമായല്ല. നിന്റെയൊക്കെ കഴപ്പാണല്ലോ എന്റെയൊക്കെ പിഴപ്പ്. ഒരു പണി, ഞാൻ തെങ്ങുംതൊപ്പിലേക്ക് വാ. നിന്റെയൊക്കെ ഗുണപരിഹാരം 4 ആള് കേട്ടാ ശരിയാവത്തില്ല. പഴയ കാലൊന്നുമല്ല പ്രിൻസേ, പണിക്കുള്ള പൈസ കിട്ടണം. 10,000 രൂപ രോക്കം കൈ വെച്ച് തന്നിട്ടുള്ളവനാ ഞാൻ. അത് നടക്കില്ല പ്രിൻസേ. 25,000 കൂടുതൽ പേസിൽ വേണ്ട. ചേട്ടനോട് ഞാൻ വില പേശാനോ? ചേട്ടൻ പറയുന്ന തന്നെ റേറ്റ്. പിന്നെ ക്യാഷിൻ്റെ ഡീല് നമ്മൾ തമ്മി അവന്മാരറിയണ്ട. അവന്മാരാ? ആ, അപ്പൊ കുറെ കൊരുപ്പുള്ള ഉണ്ടോടാവേ. എല്ലാം കുട്ടിക്ക് തീ പിടിച്ചിരിക്കുകയാണല്ലേ. തീയൊക്കെ നമുക്ക് അണയ്ക്കാൻ ചേട്ടായി. പിന്നെ ഞാൻ പോയിട്ട് രാത്രി വരാം. മതി, നീ പോയിട്ട് വാ. വണ്ടി ഇടും, പോയേക്കാം. ശരി ചേട്ടായി, അപ്പോൾ രാത്രി. എന്റെ പൊന്ന് പ്രിൻസേ, ഇതുപോലെ നടക്കണ കേസാണോ? എൻ്റെ നാട്ടിലെ നല്ല 1ാം ക്ലാസ് ചരക്കായിരുന്നു ഷീലേച്ചി. വലിയവനോ ചെറിയവനോ പ്രായം നോക്കാതെ ആർക്കും കിടന്നു കൊടുക്കും. ഷീലേച്ചിയുടെ കിടക്കാനാ ആദ്യമായിട്ട് ഞാൻ കട്ട മുതൽ പനമള്ളി നഗറിലെ ആർക്കും ജോലി ഇറങ്ങി ഞാൻ കൊണ്ട് വിറ്റു. അവരെന്നെ ഒറ്റി. അന്നൊരു കാര്യം മനസ്സിലായി, കക്കുന്നതിനായിട്ട് പാടാ കട്ട മുതൽ വിൽക്കാൻ. പിന്നെ കട്ട മുതൽ വിൽക്കാൻ എനിക്കൊരാളെ കിട്ടി. അതിനുശേഷം എന്നെ ഒരു പോലീസും കോടതിയും പിടിച്ചിട്ടില്ല. അത് പൊളിച്ച്. നാടറിയണ്ട ഒരുപാട് ശവങ്ങളെ വേറെ എല്ലാം കഷ്ണമാക്കിയവനാ നമ്മൾ കണ്ടവൻ. ഫോറൻസിക്കാർ വന്നാ നമ്മളെ കയറി ഊമ്പും. മരിച്ചവർക്കു വേണ്ടി നീ കരഞ്ഞിടല്ലയോ, മരിക്കാത്ത
മനുഷ്യരെ നരക തുല്യരെ തിരിച്ചു ചെയ്യുന്നതീ മനുഷ്യർ മാത്രം ഉപദ്രവിക്കാത്തതീ ശവങ്ങൾ മാത്രം. ഹോ, എന്നും ഇങ്ങനെ കള്ളം കുടിച്ച് വന്ന് നിന്നാ മതിയല്ലോ. കുടുംബത്തെ കുറിച്ച് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ നിങ്ങക്ക്? നിനക്ക് എന്നാ കോപ്പാടി വേണ്ടേ? ഹോ, കൊച്ചാണെ പൈസ അയച്ചില്ല എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. നിങ്ങൾക്ക് പിന്നെ ഇതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. നിനക്കിപ്പോ എന്നാ വേണ്ടേ? പൈസയാ? ഇന്ന തിന്നടി. ഇതൊന്നും കൊണ്ട് വിറ്റോ? ഞാൻ കഷ്ടപ്പെട്ട് കൂലിപ്പണി എടുത്ത് ഉണ്ടാക്കിയതാ. നിങ്ങൾ അറിഞ്ഞ അതും കൂടെ വിറ്റ് തുലയ്ക്കുമല്ലോ എന്ന് വിചാരിച്ചാ പറയാതിരുന്നേ. ഇതാ ഇത് ഞാൻ സമ്പാദിച്ചത്. അപ്പൊ വിറ്റില്ലേ? നിങ്ങൾക്ക് കൊച്ചിന്റെ കോലിസ് എവിടുന്നാ കിട്ടിയേ? ഇതുപോലെ വേറെ പാദസരം ഉണ്ടാവല്ലോടി. അല്ല, അഴിഞ്ഞു പോകാതിരിക്കാൻ ഞാനായി നൂല് കെട്ടിക്കൊടുത്തേ. നിങ്ങൾക്കിത് എന്താ പറ്റിയേ? എന്താ പറ്റിയേ? എന്നോട് പറ, എന്നോട് പറയാൻ. മകളേ മകളേ കനലായൻ കരമായി ചിതികതു നുകരാൻ ചിരികൾ വിട പറയാൻ തിരികെ വരും തിരകൾ അലയായി നീയെതിരെ നീ പിച്ചവച്ച പാദം എന്നിലെത്തിടാത്തതാവാം മിഴികൾ നിറയാ പൊഴിയിൽ അമരാൻ ചീതലു